ചെറിയ വിഭാഗമെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലും ഇതൊരു വലിയ വിപത്തായി ഇന്ന് നിലകൊള്ളുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീടുകളിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സിനിമാ സെറ്റിലേക്കുള്ള ദൂരത്തിനേക്കാൾ ഒരുപാട് കുറവാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ഈ അപകടത്തിലേക്ക്. അതിനെ എങ്ങനെ നേരിടാം, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം, ആ വലിയ അപകടത്തിനെതിരെ എങ്ങനെ പൊരുതാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതം കൊണ്ടും സ്വന്തം ജീവിത ശൈലികൾ കൊണ്ടും സ്വന്തമായി ജീവിച്ച് സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മുതിർന്ന തലമുറയും, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രം വിവേചന ബുദ്ധിയുള്ള ഒരു ഇളതലമുറയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ യുദ്ധത്തിൽ ഒരു വിജയം പ്രത്യാശിക്കാൻ കഴിയൂ. ഹൈബി എപ്പോ എന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചാലും എനിക്ക് നോ പറയാൻ കഴിയാറില്ല. കാരണം അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നെ വിളിക്കാറുള്ളത്. നേരത്തെ ഹൈബി സൂചിപ്പിച്ചതുപോലെ കപ്പ് ഓഫ് ലൈഫ് എന്ന മെൻസ്ട്രുവൽ ഹൈജീൻ ക്യാമ്പയിന് വേണ്ടി എന്നെ സമീപിച്ചപ്പോൾ, ഞാനൊരു പെൺകുഞ്ഞിന്റെ അച്ഛനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിനാണ് എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട്. അത് പിന്നീട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരെ അംഗീകാരം ലഭിച്ച, പലരും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല കോണുകളിൽ ചർച്ച ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെൻസ്ട്രുവൽ ഹൈജീൻ ക്യാമ്പയിനായി മാറി എന്നതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് ടു യു ഹൈബി. അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിനാണ് നോ എൻട്രി എന്ന ഈ ക്യാമ്പയിൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മൊമെന്ററി ആയിട്ടുള്ളൊരു ചലഞ്ച് അല്ല. ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഒരു ഫോമൽ ഇനോഗ്രേഷൻ നടത്തിയത് കൊണ്ടോ, ഒരു ലോഞ്ചിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത് കൊണ്ടോ, ഒരു തുടക്കം കുറിച്ചത് കൊണ്ടോ നമ്മൾ ആരും എവിടെയും എത്താൻ പോകുന്നില്ല. This is a battle which will have to be fought over many years, maybe even over generations. ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, സിനിമാക്കാരനായതുകൊണ്ട് സിനിമാ മേഖലയും ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ ജനറൽ ഒരു പ്രത്യേകതരം പ്രതീതി ഉളവാക്കാൻ ഞങ്ങളാൽ അബദ്ധവശാൽ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ, നർക്കോട്ടിക്സിനെ റൊമാന്റിസൈസ് ചെയ്യുക. എന്തോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഫ്യൂവലാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ക്രിയേറ്റീവായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊരു തെറ്റായ ധാരണ എവിടെയൊക്കെയോ പടർന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി.